ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക് ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. പ്രായം മറന്ന ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കരുത്തിൽ പാർക്കുട്ടി മുത്തശ്ശി 18ാം പടി കയറി അയ്യപ്പ സന്നിധാനത്തിലെത്തി ദർശന പുണ്യം നേടി. 102 വയസ്സുകാരിയായ പാറുക്കുട്ടി മുത്തശ്ശി ഇത് 3ാം തവണയാണ് മല കയറുന്നത്. വയസ്സിൽ ഇത് 3ാം തവണയാണ് പാറുക്കുട്ടി മുത്തശ്ശി ശബരി സന്നിധിയിലെത്തുന്നത്. 2023 100ാം വയസ്സിലാണ് കന്നി മാളികപ്പുറമായി സന്നിധാനത്തെത്തിയത്. തുടർന്ന് കഴിഞ്ഞ വർഷവും ഇപ്പോൾ ഈ വർഷവും അയ്യപ്പനെ തൊഴുതു. പതിനെട്ടാം പടി വരെ ഡോളിയിലാണ് മുത്തശ്ശി എത്തിയത്. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പടി കയറി മുകളിലെത്തി. പോലീസിന്റെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും സഹായത്താൽ സുഖദർശനം സാധ്യമായെന്നും മുത്തശ്ശി പറഞ്ഞു. 100 വയസ്സിലെ കന്യാസ്വാമിയായിട്ട് വന്നു, അയ്യപ്പൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ 3 വർഷമായി. 3ാമത്തെ വർഷമാണ് ഇപ്പോൾ വന്നത് അയ്യപ്പനെ കാണുന്നത്. ചെറിയ ഞാൻ കണ്ടിട്ടുണ്ട് അയ്യപ്പൻകുട്ടിയെ. ആ കണ്ടതിൻ്റെ ഫലമായിട്ട് എനിക്ക് അറിവായപ്പോഴും മലയ്ക്ക് വന്നിരുന്നപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചു, എൻ്റെ പ്രായം കൊണ്ട്. വയനാട് മീനങ്ങാടി സ്വദേശിയാണ് പാറുക്കുട്ടി. പേരക്കുട്ടികളും ബന്ധുക്കളുമടക്കം 12 അംഗ സംഘത്തോടൊപ്പമാണ് ഇത്തവണ മുത്തശ്ശി മലയിലെത്തിയത്. 19 രാവിലെ കോളേരി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ചാണ് മലയാത്ര തുടങ്ങിയത്. ഏറ്റുമാനൂർ സ്വദേശി വിശ്വതേജസ് സംവിധാനം ചെയ്ത രുദ്രന്റെ നീരാട്ട് എന്ന സിനിമയിലും പാറുക്കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. 100ാം വയസ്സിൽ ശബരിമല തീർത്ഥാടന യാത്ര നടത്തുന്ന സ്വന്തം ജീവിതത്തിലെ വേഷം തന്നെയാണ് പാറുക്കുട്ടി മുത്തശ്ശി സിനിമയിലും ചെയ്തിരിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ പ്രമേയം ചർച്ച ചെയ്യുന്ന ചിത്രം അടുത്ത മാർച്ചിൽ പുറത്തിറങ്ങും. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം.